ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അമ്മീസ് അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്നില്ലേ, ഞാൻ വളരെ വിഷമത്തോടു കൂടിയാണ് നിങ്ങളോടൊപ്പം ഈ ഒരു വിഷയം ഷെയർ ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു വിഷയം എന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിൽ ഇന്ന് ഒരുപാട് വൃദ്ധ അമ്മമാരും അച്ഛന്മാരും അല്ലെങ്കിൽ പേരൻസും ഗ്രാൻഡ് പേരൻസും അനുഭവിക്കുന്ന ഒരു സംഭവമാണ് നിങ്ങളോടൊപ്പം ഞാൻ ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാ കുട്ടികളും ഇത് കേട്ടിരിക്കുക, ഒന്ന് മനസ്സിലാക്കുക. നമ്മുടെ അടുത്ത ജനറേഷൻ കുട്ടികളുടെ ഒരു സാഹചര്യവും അവരുടെ പ്രവർത്തന രീതിയുമാണ് ഒരുപാട് പേർക്ക് വേദന ഉണ്ടാക്കുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ, ഞാൻ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്നും. ഞാനും ഒരിക്കൽ ആ സംഭവത്തിൽ അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ കൂടി കടന്നുപോയ വ്യക്തി തന്നെയാണ്. കാര്യം എൻ്റെ 2 മക്കളും വിദേശത്ത് പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് കുറച്ച് നാൾ അവർക്കൊപ്പം എനിക്കും ജീവിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ആ സമയത്ത് എൻ്റെ ഹസ്ബൻഡിന് സുഖമല്ലായിരുന്ന കാലഘട്ടവും ഞാൻ ഒരുപാട് അതിനു വേണ്ടി ഓടുന്ന ഒരു സമയവുമായിരുന്നു. അവർ അവിടെ പഠിക്കുമ്പോൾ എനിക്കിതൊന്നും അവരോടൊപ്പം ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ലായിരുന്നു. കാര്യം അവരുടെ പഠിത്തത്തെ ബാധിക്കും, അല്ലെങ്കിൽ അവരുടെ ശ്രദ്ധ കുറയും എന്നുള്ളൊരു ഭയത്താൽ ഞാൻ ഇതൊന്നും അവരോടൊപ്പം ഷെയർ ചെയ്തില്ല. വിഷമസന്ധികളൊന്നും തന്നെ അവരെ അറിയിച്ചിരുന്നില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു 70 വയസ്സോളം പ്രായമുള്ള ഒരമ്മ എന്നെ വിളിച്ചിരുന്നു. ഒരമ്മ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ നിന്നോടൊരു വിഷമം പങ്കുവയ്ക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ വ്ളോഗ്സുകളിൽ ചിലതൊക്കെ അവർ കാണാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കാറുമുണ്ട്. അപ്പോൾ അവരുടെ മകനെ അവർ പുറത്ത് വിട്ടു പഠിക്കാൻ. അപ്പോൾ പഠിക്കാൻ വിട്ടപ്പോൾ ഒരുപാട് ലോൺ അവർ വീട് വെച്ച് 35-40 ലക്ഷം രൂപ ലോൺ വെച്ചാണ് മകനെ പുറത്ത് വിട്ടത്. വിദേശ രാജ്യത്ത് നിൽക്കുന്ന മകന് നിന്നും ഒരു റെസ്പോൺസോ ഒരു ആശ്വാസ വാക്കോ അവ എന്ത് ചെയ്യുന്നു എന്നുകൂടി ഇപ്പം അമ്മയ്ക്ക് അറിവില്ല. അവരുടെ ഹസ്ബൻഡ് മരണപ്പെട്ടു പോയി. വിഷമത്തോടു കൂടിയാണ് ഈ അമ്മ എന്നെ സമീപിച്ചത്. എൻ്റെ സപ്പോർട്ടില്ല, മകൻ വിളിക്കാറില്ല, ഒന്നുമില്ല. അപ്പോൾ ഈ അടുത്ത ദിവസം അവർക്ക് അറിയാൻ കഴിഞ്ഞത് മകൻ ഒരു വിദേശിയെ കല്യാണം കഴിക്കുകയും ഇത് പങ്കുവയ്ക്കാൻ അമ്മയോട് വളരെ വിഷമമുണ്ട്. കാര്യം വിവാഹം കഴിഞ്ഞു പോയി 1 വർഷത്തിന് മേലായി മകൻ അമ്മയെ വിളിച്ചിട്ടോ അമ്മയുടെ വിവരങ്ങൾ അറിഞ്ഞിട്ടോ. നാടുമായി അവന് യാതൊരു ബന്ധവുമില്ല. ആ അമ്മയ്ക്ക് ഈ ഒരു മകൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർ കടന്നു പോകുന്ന വിഷമങ്ങൾ നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതാണ്. അവരെ സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അവരെ ഒന്ന് വിളിക്കാനോ ഈ മകൻ തയ്യാറായിട്ടില്ല. കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്ന അതൊരു വലിയ ഗ്യാപ്പ് തന്നെയാണ്. കുടുംബാംഗങ്ങളെ വേണ്ട സമയത്ത് വിളിക്കാതിരിക്കുക, അവരുമായിട്ട് സംസാരിക്കാതിരിക്കുക, സമ്പർക്കം പുലർത്താതിരിക്കുക, അവർക്കൊരു പക്ഷേ സാമ്പത്തികമായി സഹായിക്കണമെങ്കിൽ അത് ചെയ്യാതിരിക്കുക ഒക്കെ സ്വന്തം മകൻ്റെ റെസ്പോൺസിബിലിറ്റി ഇല്ലാതാക്കിയത് സ്വന്തം മകൻ തന്നെയാണ്. ഇനി അവരെന്ത് ചെയ്യും? അവർ പ്രസവിച്ച് വളർത്തിയ മകൻ തന്നെയല്ലേ. അവർ എത്ര രാത്രികളിൽ ഉറങ്ങാതെയും ഭക്ഷണം കഴിക്കാതെയും വളർത്തിയ മകനാണ്. എത്ര രാത്രികളിൽ അവൻ്റെ കൈ പിടിച്ച് അവനെ സ്വയം ഉറങ്ങാത്ത നൈറ്റുകളുണ്ടാവും, ഡേയ്സ് ഉണ്ടാവും. അങ്ങനെ എന്തെല്ലാം ആ അമ്മ ചെയ്ത് വളർത്തിയ ഒരു മകൻ ഒരു ദിവസം അവൻ ഒന്നും പറയാതെ അപ്രത്യക്ഷമായാൽ ആ അമ്മ എന്തുമാത്രം സഹിക്കും, എന്തുമാത്രം വേദനിക്കും. അവനും അത് ഫീൽ ചെയ്യില്ലേ? അവനും അതിൽ സ്ട്രെസ്ഡ് ഔട്ട് ആവില്ലേ? അവനും ഫേസ് ചെയ്യാൻ കഴിവ് വേണ്ടയോ? അവൻ ഫേസ് ചെയ്യണ്ടയോ? നമ്മളുടെ ഫിയർ നമ്മൾ തീർച്ചയായിട്ടും ഫേസ് ചെയ്യണം. അതൊരു കഴിവുകേടല്ല. സംടൈംസ് ഒക്കെ നമ്മൾ ബാലൻസ് തെറ്റുമല്ലോ, അതുപോലെ നമ്മുടെ ബാലൻസോ നമ്മുടെ ഒരു സ്റ്റെപ്പോ തെറ്റുന്നതായിട്ട് മാത്രം കരുതുക. എല്ലാ ഹ്യൂമൻസും പെർഫെക്റ്റ് അല്ല. എല്ലാവർക്കും തെറ്റുകളും കുറവുകളും ഉണ്ട്. ഈ പറയുന്ന എനിക്കുമുണ്ട് തെറ്റുകളും കുറവുകളും. അതെല്ലാം നമ്മൾ അംഗീകരിച്ചു നമ്മൾ തിരുത്താൻ ശ്രമിക്കുക. അല്ലാതെ മകൻ്റെ ഈഗോയെന്നോ അമ്മയുടെ ഈഗോയെന്നോ ഒന്നും പറഞ്ഞിരിക്കാതിരിക്കുക. ആ അമ്മയ്ക്ക് ഇന്നത്തെ ടൈമിൽ മകൻ്റെ ഫോൺ നമ്പർ പോലും ഇല്ല വിളിക്കാൻ. അവരാരോടെ പറയും, ആരോടെ ചോദിക്കും? ബാങ്ക് ജപ്തി കൊണ്ടുപോകും, അവർ കിടക്കുന്ന സ്ഥലം, അവരെങ്ങോട്ട് പോകും?
അപ്പോൾ ഇത്രയും വിഷമത്തോടു കൂടി അവരെന്നെ വിളിച്ച് കരയുകയും സംസാരിക്കുകയൊക്കെ ചെയ്തു. വിളിച്ചതിൻ്റെ കാര്യം ആ നാട്ടിൽ അങ്ങനെയാണോ എന്നറിയാനാണ്. ഏത് രാജ്യത്തും ഇങ്ങനെയെല്ലാം ഉണ്ടല്ലേ. പക്ഷേ നമ്മുടെ കൾച്ചറിൽ ഒരു മകനോ ഒരു മകളോ കല്യാണം കഴിക്കുമ്പോൾ ആദ്യം ബ്ലെസ്സിങ് വാങ്ങിക്കുന്ന പേരൻസിൽ നിന്നാണല്ലേ. അത് എല്ലാ രാജ്യത്തും പല രീതിയിലും അതുണ്ട്. അറ്റ്ലീസ്റ്റ് മക്കൾ പറയും ഞാനിങ്ങനെ കല്യാണം കഴിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഞാൻ എൻഗേജ്ഡ് ആവുന്നു എന്നെങ്കിലും പേരൻസിൻ്റെ കൂടെ പറയും. അച്ഛൻ്റെയും അമ്മേരും ബ്ലെസ്സിങ് വേണം. അതൊരു കുറച്ചിലായിട്ട് ഇന്നത്തെ തലമുറ എടുക്കുന്നു. അതങ്ങനെ സ്വീകരിക്കാതിരിക്കുക. നമ്മൾ ഇന്ത്യൻസ് തന്നെയാണ്. നമ്മൾക്കൊരിക്കലും വിദേശിയാകാൻ പറ്റില്ല. നമുക്ക് നമ്മുടേതായ കൾച്ചറുകൾ ചിലതൊക്കെ ഉണ്ട്. നമ്മളൊരു പുതിയ ജനറേഷൻ്റെ മാത്രം ചിന്തയിൽ ജീവിക്കരുത്. ചില കാര്യങ്ങൾ നമ്മൾക്ക് ഇരിക്കാനും സാധ്യതയുണ്ട് പഴയ തലമുറക്കാർ എന്ന് വെച്ച് അമ്മയോ അച്ഛനെയോ ഉപേക്ഷിക്കാനല്ല ഞാൻ പറയുന്നത്. നല്ല കാര്യങ്ങൾ ആര് ചെയ്താലും അത് സ്വീകരിക്കുക, അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുക. പക്ഷേ സ്വന്തം അമ്മയ്ക്ക് മറ്റാരും തുണയില്ലാതിരിക്കുമ്പോൾ ഒരു മകനാണ് അവരുടെ റൈറ്റ് സൈഡ്. ആ സൈഡിൽ അവരെ താങ്ങാനോ അവരെ ഒന്ന് ആശ്വസിപ്പിക്കാനില്ലാതെ ദിവസങ്ങളോളം ഉറക്കമില്ലായ്മയും ദിവസങ്ങളോളം ഫുഡ് കഴിക്കാതിരിക്കുകയും ചെയ്യുന്ന ആ അമ്മയുടെ ഓറി എന്നെ ഒരുപാട് വേദനിപ്പിച്ചു. നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ. അവരൊറ്റയ്ക്ക് എന്ത് ചെയ്യും? എന്തുകൊണ്ടാണ് ആ മകൻ അങ്ങനെ ആയിപ്പോയത്? ആ മകന് വേണ്ടി അവർക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം തന്നെ അവർ ചെയ്തു. എന്നിട്ടും അവരെ ഒറ്റപ്പെടുത്തിയ ആ മകൻ്റെ റെസ്പോൺസിബിലിറ്റി മകൻ എടുക്കുന്നുണ്ടോ? എല്ലാ പേരൻസും മക്കൾ വിദേശത്താണെങ്കിൽ അവരുടെ ഒരു വിളിക്ക് വേണ്ടി, ഒരു ഫോൺ കോളിന് വേണ്ടി അവർ കാത്തിരിക്കാറുണ്ട്. എന്നും വിളിക്കുന്ന സമയം കഴിഞ്ഞാൽ അവരുടെ നെഞ്ചിൽ ഒരു വേദന അനുഭവപ്പെടും. മകൻ വിളിച്ചില്ലല്ലോ അല്ലെങ്കിൽ മകൾ വിളിച്ചില്ലല്ലോ എന്ന്. ഇവിടെ നമ്മുടെ ഭാരതത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ കഴിയുന്ന മാതാപിതാക്കൾക്ക് അറിയില്ല അവരുടെ കുട്ടികൾ ഏത് സാഹചര്യത്തിൽ കൂടിയാണ് അവിടെ പോകുന്നതെന്നും വർക്ക് ചെയ്യുന്നതെന്നും ജീവിക്കുന്നതെന്നും. കാര്യം ഇവിടെ നമ്മൾ മാധ്യമങ്ങളിൽ കാണുന്ന പരസ്യങ്ങളിലും മറ്റുള്ള കാര്യത്തിലും നമ്മൾ സ്വാധീനപ്പെട്ടുകൊണ്ടാണ് നമ്മുടെ കുട്ടികളെ പുറത്തയക്കുന്നത്. നമ്മളൊന്നും മനസ്സിലാക്കണം, നമ്മളെ രാജ്യം ഒരുപാട് വികസിപ്പിക്കാനുണ്ട്, വികസിച്ചു കൊണ്ടിരിക്കുകയാണ് ഡെയിലി. ഒരുപാട് തൊഴിൽ സാധ്യതകളും ഉള്ള ഒരു രാജ്യമാണ്. ഭാഗ്യവശാൽ കേരളത്തിലെ ഒരുപാട് കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട്. ഇനി ഫ്യൂച്ചറിൽ അവർക്ക് നല്ല ജോലി കിട്ടാനും സാധ്യതയുണ്ട്. ഏത് ചെറിയ ജോലിയായാലും വിദ്യാഭ്യാസം ഉള്ള കുട്ടികൾ തീർച്ചയായിട്ടും ഒരു പ്രൈവറ്റ് ജോലിയിലെങ്കിലും കയറി അവർ ഒരു എക്സ്പീരിയൻസ് നേടിയെടുക്കുക. നമ്മളെ ലൈഫിലുണ്ടാവുന്ന പല എക്സ്പീരിയൻസും നമ്മൾ മുൻപോട്ടുള്ള ജീവിതത്തിന് അതൊരു തുണയാകും.